5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. നമ്മുടെ ജി സുധാകരൻ CPM-ന്റെ വലിയ നേതാവാണ്, മുൻ മന്ത്രിയാണ്, ആലപ്പുഴയിലെ വളരെ പ്രമുഖനായ നേതാവാണ്. അദ്ദേഹം വളരെ സത്യസന്ധനാണ്. ശരാശരി രാഷ്ട്രീയക്കാരിൽ നിന്ന് എത്രയോ ഉയരങ്ങളിലാണ്. അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനായിരിക്കുമ്പോൾ തന്നെ രാമായണം വായിക്കും. അതിൽ അദ്ദേഹത്തിനൊരു കുറവുമില്ല. അദ്ദേഹം നന്നായി അത് പറയും. പരസ്യമായി തന്നെ വായിക്കും. നല്ല കവിതകൾ എഴുതും. സത്യങ്ങൾ പുള്ളി പറയും. അതിനാരെയും പുള്ളിക്ക് പേടിയില്ല. നിർഭയത്തോടുകൂടി പറയും. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റി നിർഭയത്വമാണ്. അത് അദ്ദേഹത്തിനുണ്ട്. ഇപ്പോൾ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു. നമ്മുടെ വോട്ടെടുപ്പുമായി ബന്ധപ്പെടുത്തി, വോട്ടെടുപ്പിൽ തപാൽ വോട്ടുകൾ പൊട്ടിച്ച് മാറ്റി വേറെ വോട്ടുകൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലെനിക്കൊരു അനുഭവസാക്ഷ്യവും പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ സജീവ രാഷ്ട്രീയ പ്രവർത്തകനായിരുന്ന കാലത്ത് ഇലക്ഷനുമായി ബന്ധപ്പെടുത്തി ബൂത്തിലും അതുപോലെ തന്നെ വോട്ടെടുപ്പ് നടക്കുന്ന ദിവസം വോട്ടെടുപ്പിന് ആളുകൾ വരുമ്പോൾ അവരെ കൊണ്ടുപോകുന്നതിനും അവരെ വിളിച്ച് വീട്ടിൽ കൊണ്ടാക്കുന്നതിലും സ്ലിപ്പ് കൊടുക്കുന്നതിനൊക്കെ ഒരുപാട് ബൂത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തന്നെ കള്ളവോട്ട് ചെയ്യാൻ ഉള്ളപ്പോൾ തന്നെ ഗൾഫിലിരിക്കുന്നവരുടെ ഇന്നത്തെ പോലെ വാട്സപ്പും പിന്നെ യൂട്യൂബും ഫേസ്ബുക്കും യാതൊരു സോഷ്യൽ മീഡിയ ഉള്ള കാലമല്ല. ഫോട്ടോകൾ തന്നെ വളരെ കുറവാണ്. അപ്പോൾ പിന്നെ നമ്മുടെ ഫോട്ടോഗ്രാഫി ഇല്ല, ആധാറില്ല, ഒന്നുമില്ല. ഇപ്പോൾ കള്ളവോട്ട് ചെയ്യാനൊക്കെ എളുപ്പമാണ്. അപ്പോൾ ഞങ്ങൾ അവിടുത്തെ ഒരു നാരായണ പിള്ള എന്ന് പറഞ്ഞ് 2 നാരായണ പിള്ളയുണ്ട്. അതിലൊരു നാരായണ പിള്ള കോൺഗ്രസും ഒരു നാരായണ പിള്ള കമ്മ്യൂണിസ്റ്റുമാണ്. ഈ കമ്മ്യൂണിസ്റ്റ് നാരായണ പിള്ള രാവിലെ കയറി കോൺഗ്രസ് നാരായണ പിള്ളയുടെ വോട്ടങ്ങ് ചെയ്യും. ഇത് പല വർഷങ്ങളിൽ നടക്കാറുണ്ട്. എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് മഷി അഴിക്കുന്നതിനുള്ള സംവിധാനവും ഈ പാർട്ടികളുടെ കയ്യിലുണ്ട്. അവർ മഷി അഴിച്ചിട്ട് വൈകുന്നേരം അടുത്ത നാരായണ പിള്ള ചെയ്യും. കുറച്ച് ദിവസം ചില ഇലക്ഷനുകളിൽ എനിക്ക് ഈ ഒരു ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് വേറെ സ്ഥലത്തുള്ള ചെറുപ്പക്കാർ അവിടെ വോട്ട് ചെയ്തതിന് ശേഷം നല്ല ധൈര്യമുള്ളവരാണ് വരുമ്പോൾ അവരെ പഠിപ്പിച്ചു വിടും. വീട്ടിൽ അച്ഛൻ ആരാണ്, അമ്മ ആരാണ്, അമ്മമ്മയുടെ പേരെന്താണ്, എല്ലാ അയൽവക്കത്തുകാരെ കയറി ഒരു 10-25 കാര്യങ്ങൾ പഠിപ്പിച്ചു വിടും. കാര്യം പോളിംഗ് ഓഫീസറോ റിട്ടേണിംഗ് ഓഫീസറോ അകത്തിരുന്ന് ചോദിക്കും സംശയം. ഇപ്പോൾ എതിർ 2 പാർട്ടിയുടെയും ബൂത്ത് ഏജൻറ്റുമാരുണ്ടായിരിക്കും. അപ്പോൾ ഇരിക്കുമ്പോൾ ഏതെങ്കിലും ഇപ്പോൾ ഒരാളുടെ പേര് സുധാകരൻ എന്ന് വിളിക്കുമ്പോൾ അടുത്തിരിക്കുന്ന ആൾ പറയാം സുധാകരനല്ല എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ ഞാൻ തന്നെ സുധാകരൻ എന്ന് പറഞ്ഞിട്ട് നിനക്ക് അറിഞ്ഞൂടെ, എൻ്റെ ചേട്ടൻ വിവേകാനന്ദൻ, ചേച്ചി കമലാക്ഷി അമ്മ, എൻ്റെ അമ്മയുടെ പേര്, ഇങ്ങനെ എല്ലാം അങ്ങ് പറയും. അപ്പോൾ അടുത്തിരിക്കുന്ന ആൾ പേടിച്ചോ ഇതെന്താണ്. അപ്പോൾ കൂടുതലും ഇത് ഇടതുപക്ഷമാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് CPM ഒക്കെ ചെയ്യും, നന്നായി ചെയ്യും. കാരണം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സുകാർക്ക് അങ്ങനെ വീടാന്തരമുള്ള ജൈവബന്ധവും മറ്റു കാര്യങ്ങളൊക്കെ കുറവാണ്. അതുകൊണ്ട് അവർ ബൂത്ത് ഏജൻ്റായിട്ടൊക്കെ ഇരിക്കുമ്പോൾ എല്ലാവരും അറിയണമെന്നൊന്നുമില്ല. അതേസമയം കമ്മ്യൂണിസ്റ്റുകാർക്ക് സംബന്ധിച്ചിടത്തോളം എല്ലാ വീടുകളുമായിട്ട് അവർക്ക് നല്ല ബന്ധമാണ്, എല്ലാവരും അറിയാം. അപ്പോൾ ധാരാളം കള്ളവോട്ട് നടക്കുമായിരുന്നു. ബാലറ്റ് പേപ്പർ ഈ പറഞ്ഞതുപോലെ ചെയ്യും. പിന്നെ മറ്റൊരു സംവിധാനം, അത് കൂടുതൽ നടക്കുന്നത് സഹകരണ സംഘങ്ങളാണ്. തോറ്റുപോകുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ തോക്കുന്ന പാർട്ടി പെട്ടിയെടുത്തുകൊണ്ട് പൊക്കളയും, പെട്ടിയെടുത്തുകൊണ്ട് ഓടിക്കളയും. ഇപ്പോൾ ജനാധിപത്യത്തിൽ ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പെട്ടിയെടുത്തുകൊണ്ട് ഓടുക, കള്ള വോട്ട് ചെയ്യുക. കണ്ണൂരിലൊക്കെ പല സ്ഥലങ്ങളിലും ഇത് വ്യാപകമായി നടന്നിട്ടുണ്ട്. കള്ള വോട്ട് ചെയ്യുക, രാവിലെ തന്നെ കുറച്ച് പാർട്ടിക്കാരെ കൊണ്ട് വോട്ടങ്ങ് ചെയ്യിക്കും. ഏത് പാർട്ടിക്കാണോ സ്വാധീനമുള്ളത് ആ പാർട്ടിക്കാരെ കൊണ്ട് ആ ബൂത്തിൽ വോട്ടങ്ങ് ചെയ്യിക്കും രാവിലെ. എന്നിട്ടൊരു 11 മണിയോടുകൂടി തല്ലുണ്ടാക്കുമ്പോൾ നാട്ടിലാകെ ഒരു പാട്ട് പോവും, ഒരു മെസ്സേജ് പോവും, ഇന്ന ബൂത്തിൽ തല്ലാണ്, അങ്ങോട്ട് പോകരുത്. പിന്നെ സ്ത്രീകളൊന്നും വരത്തില്ല. ഈ വോട്ടെല്ലാം റിട്ടേണിംഗ് ഓഫീസറുടെയും പോളിംഗ് ഓഫീസറുടെയും സഹായത്താൽ പാർട്ടിക്കാർ കയറിയിരുന്ന് ഇടിച്ചിടും. അന്ന് ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനും ഇല്ലല്ലോ. ബാലറ്റ് എടുക്കുക, ഇടിക്കുക, ഒപ്പിട്ട് പോവുക. ഇങ്ങനെ വളരെ വ്യാപകമായി കള്ളവോട്ടും ബൂത്ത് പിടുത്തവും ബാലറ്റ് പേപ്പറിലെ വോട്ട് മാറ്റി ചെയ്യലുമൊക്കെ ഉണ്ട്. സുധാകരൻ എനിക്ക് കേസ് വരണമെങ്കിലും വരട്ടെ എന്നൊക്കെ പറഞ്ഞ് വളരെ സത്യസന്ധമായി പറഞ്ഞു. അപ്പോൾ അത്തരത്തിലുള്ള രാഷ്ട്രീയത്തിൽ ഒരുപാട് ആളുകൾ ഇങ്ങനെ പറയേണ്ടതുണ്ട്. രാഷ്ട്രീയം തെമ്മാടികളുടെ അവസാനത്തെ ചേക്കേറാനുള്ള ഇടമല്ല, തെമ്മാടിക്കൂട്ടങ്ങളുടെ ഇടമല്ല. അത് സത്യസന്ധരായിട്ടുള്ള ആളുകൾ വരേണ്ട സ്ഥലമാണ്. അവിടെ നീതി ആവശ്യമുണ്ട്, ഒരു നൈതികത ആവശ്യമുണ്ട്, സത്യസന്ധത ആവശ്യമുണ്ട്. ഏതു കാര്യത്തെയും രാഷ്ട്രീയമായി കാണുന്നതിനപ്പുറമുള്ള ഒരു ചിന്താശക്തി ആവശ്യമുണ്ട്. ഒരു വല്ലാത്ത പൊളിറ്റിക്കൽ എത്തിക്സ് ആവശ്യമുണ്ട്. അങ്ങനെയുള്ള മേഖലയാണ് രാഷ്ട്രീയം. അങ്ങനെ ആകണമെങ്കിൽ ചില സത്യങ്ങൾ നമുക്ക് പറഞ്ഞേ കഴിയൂ. ആ സത്യങ്ങൾ സമൂഹം ചർച്ച ചെയ്യണം. നമ്മളെപ്പോലുള്ള ആളുകൾ ഒരുപക്ഷെ പറഞ്ഞാൽ ഇത് ചർച്ച ചെയ്യില്ല. ജി സുധാകരനെ പോലുള്ള ആളുകൾ പറയുമ്പോൾ സ്വാഭാവികമായും അത് വാർത്തയാകും, അത് സോഷ്യൽ മീഡിയയിൽ വരും, എല്ലാവരും ചർച്ച ചെയ്യും. അപ്പോൾ എനിക്ക് ജി സുധാകരൻ അവർകളോട് പറയുവാനുള്ളത്, താങ്കൾ ഇനിയും
സധൈര്യം ഇതുപോലത്തെ കാര്യങ്ങൾ പറയുക. താങ്കൾ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ സമൂഹം അറിയട്ടെ. സമൂഹം തിരുത്തപ്പെടേണ്ടതാണ്. ജനാധിപത്യത്തിൻ്റെ സർഗാത്മകത എന്ന് പറയുന്നത് തെറ്റുകൾ ചെയ്യുന്നതിലല്ല, തെറ്റുകൾ ചെയ്യാതിരിക്കുന്നതിലുമല്ല, ചെയ്തു പോയ തെറ്റുകൾ തിരുത്തുന്നതിലാണ്. അപ്പോൾ തെറ്റുകൾ തിരുത്തി ശരിയിലേക്ക് പോകാൻ, സമൂഹത്തെ നയിക്കാൻ സുധാകരന്മാർ ഒരുപാട് ഉണ്ടാകേണ്ടതുണ്ട്. കള്ളവോട്ടും ബൂത്തുപിടുത്തവുമൊക്കെ ധാരാളം കാണാൻ അവസരമുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കണ്ടപ്പോൾ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയാണ് ചെയ്യുന്നത്. ശ്രീ സുധാകരന് ഒരു റെഡ് സല്യൂട്ട്.